ഹായ് ഓൾ. ഇലക്ട്രിക്കൽ മോഡലിങ്ങിൽ മൂന്നാമത്തെ ഒരു സർക്യൂട്ട് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് എ ഫേസ് ലാഗ് നെറ്റ്വർക്ക്. ഫേസ് ലാഗ് നെറ്റ്വർക്ക് സർക്യൂട്ട് വരയ്ക്കാം. റെസിസ്റ്റർ R1, R2, capacitor C, input V I, output VO. ഇത് ഫേസ് ലാഗ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈൻ വേവ് ഏതെങ്കിലും ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ അത് ലാഗ് ചെയ്തേ വരത്തുള്ളൂ. ഫോർ എനി സിനുസോയ്ഡൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഈസ് സിനുസോയ്ഡലായിരിക്കും, ബട്ട് ഇറ്റ് ലാഗ്സ് ദ ഇൻപുട്ട്. അതാണ് ഒരു ഫേസ് ലാഗ് നെറ്റ്വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും സിനുസോയ്ഡൽ തന്നെ ആയിരിക്കും, പക്ഷേ ഇൻപുട്ടുമായിട്ട് അത് ഔട്ട്പുട്ട് ലാഗ് ചെയ്തിരിക്കും. അതാണ് ഒരു ഫേസ് ലാഗ് നെറ്റ്വർക്കാണ്. ഔട്ട്പുട്ട് സൈഡിൽ ഒരു RC സർക്യൂട്ട് സീരീസ് ആയിട്ട് വരുന്ന കേസിലാണ് അതൊരു ഫേസ് ലാഗ് നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്കിപ്പം കൺട്രോൾ സിസ്റ്റത്തിൽ അതിൻ്റെ തിയറിയിലേക്ക് പോകേണ്ട, നമുക്ക് ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇതാണ് മോഡലിംഗ് ഓഫ് സിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോർമലി G(s) ഈക്വൽസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ ക്യാപിറ്റൽ VO(s) ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് VI(s) വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ 0. ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ G(s) ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് സൈഡിൽ ലാപ്ലാസ് ഇക്വേഷൻ എഴുതും, ഔട്ട്പുട്ട് സൈഡിൽ ലാപ്ലാസ് ഇക്വേഷൻ എഴുതും. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും നമ്മുടെ G(s) എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് സൈഡ് എഴുതാണ്. ഇൻപുട്ട് സൈഡ് ഇൻപുട്ടിൽ VIയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം VI(s) ഈക്വൽസ് R1 ഇൻറ്റു കറണ്ട് I(s) പ്ലസ് R2 ഇൻറ്റു കറണ്ട് I(s) പ്ലസ് കപ്പാസിറ്റർ ആയതുകൊണ്ട് 1/CS I(s). ഇൻപുട്ട് സൈഡിൽ ഇക്വേഷൻ എഴുതി. ഇനി ഔട്ട്പുട്ട് സൈഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം VO(s) ഈക്വൽസ് ഏതൊക്കെ ടേംസ് ഉള്ള R2ഉം CA ഉള്ളു. R2ന് ക്രോസ് വരുമ്പം R2 I(s) പ്ലസ് കപ്പാസിറ്ററിൻ്റെ ക്രോസ് 1/CS I(s). ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദറ്റ് ഈസ് ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ക്യാപിറ്റൽ VO(s) ഡിവൈഡ് ബൈ VI(s) ഈക്വൽസ്, ഇവിടെ I(s) നമുക്ക് കോമൺ എടുക്കാം. R2 പ്ലസ് 1/CS ഹോൾ ഇൻറ്റു I(s) ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെയും I(s) കോമൺ എടുക്കാം. സോ വിൽ ഗെറ്റ് ആസ് R1 പ്ലസ് R2 പ്ലസ് 1/CS ഹോൾ ഇൻറ്റു I(s). ഇനിയിപ്പോൾ CS നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? R2 CS പ്ലസ് 1, ISഉം ക്യാൻസൽ ചെയ്ത് പോവും, ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് വരും? LC എടുക്കുമ്പോഴത്തേക്ക് ഇത് ആദ്യം എഴുതാം. അപ്പോൾ 1 പ്ലസ് R1 CS പ്ലസ് R2 CS എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റിൻ്റെ ആണെങ്കിൽ ഈ സെക്കൻഡ് ടൈം ആദ്യം എഴുതുന്നു. അപ്പോൾ 1 പ്ലസ് R2 CS whole divided by
ഇവിടെ രണ്ടിടത്തും എന്താ കോമൺ ആയിട്ടുള്ളത്? സി എസ് കോമൺ അല്ലേ? അപ്പോൾ അത് കോമൺ എടുക്കാം. എന്ത് വരും? 1 + R1 + R2 ഹോൾ ഇൻറ്റു സി എസ് എന്ന് വരും. ഇതിൽ നേരത്തെ പോലെ R2C എന്ന് വെച്ചാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊരു ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഡിനോമിനേറ്ററിലും R2C വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + R2CS ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു R2C വരണം. അപ്പോൾ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിലും കൂടെ R2 കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + R1 + R2 ഹോൾ ഡിവൈഡ് ബൈ R2 ഇൻറ്റു R2 വരും. R2CS എന്ന് വരും. അപ്പോൾ ഇതിൽ ന്യൂമറേറ്റർ R2C ഉണ്ട്, ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്. ഡിനോമിനേറ്ററിലും R2C ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു R2 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു R2 കൊടുക്കുന്നത്. ടൈം കോൺസ്റ്റൻ്റ് RC എന്ന് വെച്ചാൽ ടൈം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ G of S ഈക്വൽസ് 1 + R2Cന് ഒരു ടൈം കോൺസ്റ്റൻ്റ് ഡിവൈഡഡ് S ഡിവൈഡഡ് ബൈ 1 + R1 + R2 ഹോൾ ഡിവൈഡ് ബൈ R2 ഇൻറ്റു അഗെയിൻ ഇവിടെ R2C ആണ്. R2Cന് നമുക്ക് S വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ R1ഉം R2ഉം എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ R1 + R2 ഡിവൈഡ് ബൈ R2 എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് A കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. A ഈക്വൽ ടു R1 + R2 ഹോൾ ഡിവൈഡ് ബൈ R2. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താവും? G of S ഈക്വൽസ് 1 + S ഡിവൈഡഡ് ബൈ 1 + ഇതിനിവിടെ A കൊടുത്തു, A ഇൻറ്റു S. ഇതാണ് ഒരു ഫേസ് ലാഗ് നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, ആക്യുറസി, സ്റ്റെബിലിറ്റി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മളിവിടെ 0 ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് രണ്ടുമാണ് ഇതിൻ്റെ മെയിനായിട്ട് മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് അപ്രോച്ച് വരുമ്പോഴത്തേക്ക് ആപ്ലിക്കബിൾ ടു എനി സിസ്റ്റം, ലീനിയർ, നോൺ ലീനിയർ, വേരിയിങ്, ഇൻവേരിയൻറ്റ്, അങ്ങനെ ഏത് സിസ്റ്റത്തിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചും നമ്മളുടെ പ്രോസസ് കൺട്രോൾ ഇൻഡസ്ട്രീസിലൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കൺട്രോൾ സിസ്റ്റത്തിന് ബേസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. ഇതാണ് ഒരു ഫേസ് ലാഗ് നെറ്റ്വർക്കിൻ്റെ മോഡലിങ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഇക്വേഷൻ എഴുതും, ഔട്ട്പുട്ട് സൈഡിൽ ഇക്വേഷൻ എഴുതും, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും, സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ R2C എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിനോമിനേറ്ററിലും ഒരു R2 വരാൻ വേണ്ടി ഇവിടെ ഒരു R2/R2 എടുക്കും. R1 + R2/R2 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വരും. അങ്ങനെ ഫൈനലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ ഫേസ് ലാഗ് നെറ്റ്വർക്ക് is obtained as 1 + S divided by 1 + A where A equal to R1 + R2 divided by R2. ഫേസ് ലാഗ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട്, ഇപ്പോൾ സൈൻ വേവ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും ഇറ്റ് വിൽ ബി എ സൈൻ വേവ് ബട്ട് ഇറ്റ് ലാക്സ് ദ ഇൻപുട്ട്. അതാണ് ഒരു ഫേസ് ലാഗ് നെറ്റ്വർക്കിൻ്റെ മോഡലിംഗ്. താങ്ക് യു.